afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. Class നമ്മുടെ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് വായിച്ചു നോക്കിയിരുന്നോ? എന്തെങ്കിലും ടോപ്പിക്കിലൊക്കെ ഉണ്ടോ? Okay, പുതിയ ചാപ്റ്റർ നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ്. പിക്ചറിൽ കാണുന്ന മാതിരി തന്നെ വ്യത്യസ്ത വ്യക്തികള് പല കാര്യങ്ങളും നമ്മുടെ നോക്കുന്നുണ്ട്. വ്യത്യസ്ത രീതിയിലാണ് ആ പിക്ചർ കൊടുത്തിരിക്കുന്നത് തന്നെ. നമുക്ക് അതായത് ഓരോ വ്യക്തികളും വ്യത്യസ്ത റോളുകളാണ് അവിടെ നിർവഹിക്കുന്നത്. ഒരു കൂട്ടര് ചിന്തിക്കുന്ന എന്തെങ്കിലും ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു, വെച്ചിരുന്ന കൂടിയാലോചനകൾ നടത്തുന്നു. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷൻ വലിയ കമ്പനി ആക്കുമ്പോഴൊക്കെ അവിടെ നിലപാടുകൾ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മെയിൻലി അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ അതൊരു കമ്പനി അല്ലെങ്കിൽ ഒരു വലിയ ഹോസ്പിറ്റൽ എന്നൊക്കെ ആകുമ്പോൾ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ ഹ്യൂമൻ റിസോഴ്സസ് അതായത് വ്യത്യസ്ത പെരുമാറ്റ രീതിയിലുള്ള ഈ ഹ്യൂമൻ റിസോഴ്സസിനെ ഏത് രീതിയിൽ ഏത് മേഖലയിലേക്കാണ് കണക്ട് ചെയ്ത് വരേണ്ടത് എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബിഹേവിയറൽ ആയിട്ടുള്ള ആ ഒരു നേച്ചർ അത് കൃത്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലെ, തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് കൃത്യതയോട് കൂടിയിട്ട് ഓരോ വർക്കേഴ്സിന്റെയും ബിഹേവിയറൽ ആയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് അറിയേണ്ടത് ആവശ്യമാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഓർഗനൈസേഷനും രൂപം കൊള്ളുന്നത് ഇതേമാതിരി തന്നെ വ്യത്യസ്ത ബിഹേവിയറുള്ള ഹ്യൂമൻ ബീയിങ്ങിന്റെ അല്ലെ അവരുടെ ചിന്തയിൽ ഉദിക്കുന്ന ആശയങ്ങളുടെ വെളിച്ചത്തിലാണ് ഒരു ഓർഗനൈസേഷൻ തന്നെ രൂപം കൊള്ളുന്നത്. അല്ലേ, ശരിയല്ലേ? ഒരു കമ്പനി ഏതൊരു ബിസിനസ് ഭാവം രൂപം കൊള്ളുന്നത് അങ്ങനെയല്ലേ? വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അല്ലെ, അവരുടെ വീക്ഷണകോണുകളിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഒത്തൊരുമിച്ച് കൊണ്ടുചേർന്നാണ് നമ്മൾ ഒരു ബിസിനസ് ഫോം ചെയ്യുന്നത്. സോ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ അവിടെയുള്ള അല്ലേ അവിടെയുള്ള ആ ഒരു ബിസിനസ്സിൽ പങ്കാളിയാവുന്ന വ്യക്തികളുടെ ബിഹേവിയറും ദെൻ വരുന്ന അതിൽ നമ്മൾ ചേർക്കുന്ന ഓരോ എംപ്ലോയീസിന്റെ ബിഹേവിയറും നമ്മൾ പൊരുത്തപ്പെട്ടു പോകണം. ഓക്കെ, അവരുദ്ദേശിക്കുന്ന ഒരു ബിഹേവിയറിലേക്ക് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് ഓരോ എംപ്ലോയിയെയും കൊണ്ടുവെത്തിക്കണം. എങ്കിലാണ് ഓർഗനൈസേഷന്റെ ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഷെയർ ചെയ്യാം. ഓക്കെ, അതില് പ്രധാനമായിട്ട് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ അത് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസ് ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലെ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷൻ സക്സസ് ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ ഈ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണോ ആ ഓരോ ഓർഗനൈസേഷനിൽ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇത് ഗോളാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ഗോളിലേക്ക് തന്നെ ടേൺ ചെയ്ത് അവിടെയുള്ള എംപ്ലോയീസ് പ്രവർത്തിക്കണം. ഓക്കെ, ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആവാം, പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആവാം, ഒരു എക്സ്പെർട്ട് യൂണിറ്റ് ആവാം. ഇനി എന്ത് തന്നെയാണ് എങ്കിലും എന്താണോ ആ ഒരു സംഘാടകർ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലേക്ക് അവിടെയുള്ള എംപ്ലോയീസ് അല്ലെ നിലപാടുണ്ട് അവരെ ടാർഗറ്റ് ചെയ്യുന്നതിലേക്ക് എത്തിപ്പെട്ട രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. സോ അവിടെയുള്ള ഓരോ വർക്കേഴ്സിന്റെ ബിഹേവിയർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ഓരോരോ ഡ്യൂട്ടികൾ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പാടുന്നത്. അതാണ് പ്രധാനമായിട്ടും ഇതിൽ എടുത്തു പറയുന്നത്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവര് തീർച്ചയായിട്ടും എംപ്ലോയികളെ അല്ലെ അവരുടെ വേക്കൻസികൾ വരുമ്പോൾ എംപ്ലോയികളെ കണ്ടെത്തുകയും അവിടെ തീർച്ചയായിട്ടും അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുത്ത് ഓരോ ഡ്യൂട്ടികൾ ഏൽപ്പിച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. സ്വന്തം എവിടേക്ക് കേട്ടില്ലേ? കേട്ടല്ല, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
ഇത് പിന്നെ ഒരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ കുട്ടി എടുത്ത് തുടങ്ങുന്നത്. എല്ലാവരും 6th മൊഡ്യൂളിൽ തന്നെയായിരിക്കും അല്ലെ? 6th മൊഡ്യൂളിലാണ് എല്ലാവരും ചെയ്യുന്നത്. ഞാനൊന്ന് 7th കയറിയിട്ടുണ്ട്. കാരണം ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി സ്ലോയിലാണ് അത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. കാരണം ബിഹേവിയറലായിട്ടുള്ള ചേഞ്ചസിനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നിർവചിക്കുന്നത്. അത് എങ്ങനെയാണ് ഈ അപ്രോച്ച് വഴി എങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി പോകണം. അതിന്റെ വേഴ്സുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഭയങ്കര അല്ലെ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണുകളിലെ വ്യത്യസ്തമായിട്ടുള്ള രീതികളൊക്കെയാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സോ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാനത് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും 6th കഴിഞ്ഞ് 7th ഇതിലേക്ക് എത്തുമ്പോഴേക്കെങ്കിലും 7th നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർക്കാനായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ എന്താണ് ഇതില് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കി വരുന്നത് ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോ അതില് നമ്മള് ഫസ്റ്റില് മനസ്സിലാക്കുന്ന ഇൻട്രൊഡക്ഷനിൽ നമുക്ക് നോക്കാം എന്താണുള്ളത്. Organization behavior is concerned with the characteristics and the behavior of employees with isolation. The aspect and the processes that are a part of the administrative itself, and the characteristics and the behaviors directly resulting from people with their individual needs and inspirations working within the structure of the organization. Okay. അതായത് ആശയങ്ങളെയാണ് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി പോവുക. പ്രൈഹാർട്ടായിട്ടൊന്നും പഠിച്ചു വെക്കാതെ ജസ്റ്റ് ആശയങ്ങൾ മനസ്സിലാക്കി പോവുക. അതില് പ്രധാനമായിട്ടും പറയുന്നത് എന്താന്ന് വെച്ചാൽ അല്ലെ അവിടെ ഓരോ ബിഹേവിയർ ഓരോ എംപ്ലോയീസിന്റെയും ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയറൽ ആയിട്ടുള്ള പെരുമാറ്റ ശാസ്ത്രങ്ങൾ തന്നെ അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ് അല്ലെ. ഒരു വ്യക്തിയുടെ പെരുമാറ്റ രീതി ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഇരു വ്യക്തികളും അല്ലെ ഒരുപക്ഷെ കാഴ്ചക്ക് ഒരുപോലെ സാമ്യമുണ്ട് എങ്കിൽ പോലും അവരുടെ പെരുമാറ്റ രീതികളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ചില കാര്യങ്ങൾക്ക് കൂടുതൽ പ്രത്യേകത കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റു വ്യക്തികൾ ചില വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണിക്കുന്നത്. കേസ് നമ്മളിപ്പോ ഇതില് പ്രധാനമായിട്ട് നോക്കാനായിട്ട് കാരണം നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിലെ കാര്യം തന്നെ എടുത്ത് നോക്കാം. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ നഴ്സുമാർ ധാരാളം നഴ്സുമാരാണ് അല്ലെ. പക്ഷെ ഈ നഴ്സുമാരിൽ നിന്ന് നമ്മൾ ചില മേഖലകളിലേക്ക് അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്ത് എത്തിക്കുമ്പോൾ അവരെ ആ ഒരു ബിഹേവിയറൽ ചേഞ്ചസും കൂടി മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് ചില കാര്യങ്ങളൊക്കെ ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലെ. വാർഡിന്റെ കൺട്രോൾ ഇൻചാർജ് കൊടുക്കുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത്. നമുക്കറിയാം അവിടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും കൊടുക്കുന്നത്. എങ്കിൽ കൂടി അവർക്ക് ബിഹേവിയറൽ ആയിട്ടുള്ള കുറെ ചേഞ്ചസ് അതുണ്ടെങ്കിൽ മാത്രമാണ് എക്സ്പീരിയൻസിനോടൊപ്പം ഇതുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കും അല്ലെ. കേസ് ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിലും കാഷ്വാലിറ്റിയിലാണെങ്കിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും നമുക്കറിയാം എല്ലാം നോക്കുമ്പോൾ നഴ്സുമാരാണ്. പക്ഷെ അവരെല്ലാം തന്നെ ഓരോ മേഖലകളിലേക്ക് നമ്മൾ തരംതിരിക്കുമ്പോൾ അവർക്ക് ചില ബിഹേവിയറൽ ആയിട്ടുള്ള കഴിവ് കൂടി ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലെ. ചിലർക്ക് ലീഡർഷിപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ ചിലർക്ക് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ പറ്റും. ചിലർക്ക് എത്ര റിസ്ക് അല്ലെ വളരെ പേടിപ്പെടുന്ന ഉള്ള ഒരു മേഖലയാണെങ്കിൽ കൂടി അതിനെ ഒന്ന് കൈകാര്യം ചെയ്യാനുള്ള മാനസിക ബലമുള്ളവരായിരിക്കാം. സോ അവരുടെ ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു കഴിവുകൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം അവർക്ക് ഓരോരോ തൊഴിലിൽ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ശരിയല്ലേ? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കുമ്പോൾ സിമാര് തന്നെയാണ്. പക്ഷെ ഞാനിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു പ്രത്യേകതകൾ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ അല്ലെ അവിടെ തീർച്ചയായിട്ടും സംഘാടകര് മനസ്സിലാക്കേണ്ടതാണ്. അതിനനുസരിച്ചിട്ടാണ് അവർക്ക് ജോലികളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലുടനീളം വ്യത്യസ്തമായിട്ട് തന്നെ മനസ്സിലാക്കി തരുന്നത്. Organization behavior is concerned with the characteristics and the behavior of the employees is isolation. അതായത് അവരുടെ ആ ഒരു സവിശേഷതകൾ അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. Aspect and processes that are a part of the administrative itself and the characteristics and behavior directly resulting from people with their individual needs and the inspiration working within the structure of the organization. അതായത് ഓർഗനൈസേഷന്റെ ആ ഒരു ഘടന അനുസരിച്ചിട്ട് തന്നെയാണ് അല്ലെ അവിടെ തീർച്ചയായിട്ടും അവിടെയുള്ള ഇൻഡിവിജ്വൽസിന്റെ ആഗ്രഹങ്ങൾ
ഏതൊരു എംപ്ലോയി ആണെങ്കിലും അവർക്ക് കുറെ ആഗ്രഹങ്ങളോട് കൂടിയിട്ടായിരിക്കും അവർ ഡ്യൂട്ടിക്ക് വരുന്നത്. അതേമാതിരി തന്നെ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടാവും. ഓക്കെ, അത് അപ്പൊ തീർച്ചയായിട്ടും ആ ഗോൾ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ അവരവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നീഡ്സ് അത് പ്രചോദിതമായിട്ടായിരിക്കും അവർ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നത്. One cannot understand an individual's behavior completely without learning something about that individual's organization. ഒരിക്കലും ആ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാതെ നമ്മൾ ആ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനിൽ അദ്ദേഹത്തിന് ഏത് പോസ്റ്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ പാടില്ല, അല്ലെ? അതാണ് അവിടെ നിന്ന് അർത്ഥമാകുന്നത്. അതായത് ഒരിക്കലും ആ ഏതൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും നമ്മള് ക്വാളിഫിക്കേഷൻ മാത്രം മനസ്സിലാക്കിയിട്ടല്ല ആ വ്യക്തിക്ക് തൊഴിലുകള് വ്യക്തമാക്കി, അല്ലെ, അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടത്. പിന്നെ മറ്റേതുകൂടി നോക്കേണ്ടതുണ്ട്, അവരുടെ ബിഹേവിയർ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയതിനു ശേഷം, അത് പഠിച്ചതിന് ശേഷമാണ് അവർക്ക് ഓർഗനൈസേഷനിൽ എന്താണ് വേക്കൻസി എന്ന് അനുസരിച്ചിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളത്. സിമിലർലി വി കാനോട്ട് റെക്കഗ്നൈസ് ഹൗ ദ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ്സ് വിത്തൗട്ട് സ്റ്റഡിയിങ് ദ പീപ്പിൾ ഹു മേക്ക് ഇറ്റ്. അതുപോലെ തന്നെയാണ് എന്താണ് ആ ഒരു സംഘാടകരെ, അല്ലെ, ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്താണോ അവരെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്, അവരെന്താ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, അല്ലെ? ഒരു ഗോള്, അത് ആ ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തീരുമാനിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഇന്ന ടാർഗറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ആദ്യം ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെന്നായിരിക്കില്ല ആദ്യം തന്നെ ലക്ഷ്യമിടുന്നത്. ആദ്യം എന്തായിരിക്കും ലക്ഷ്യമിടുന്നത്? പബ്ലിസിറ്റി, അല്ലെ? ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും ചിലപ്പോൾ ലക്ഷ്യമിടുന്നത്. അപ്പൊ സംഘാടകര് എന്താണോ, അല്ലെ, ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ആദ്യം എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ രീതിയിൽ അത് വ്യക്തതയുമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഓരോ പീപ്പിൾസും, അല്ലെ, അവിടെയുള്ള ഓരോ എംപ്ലോയീസും എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ട് അവരുടെ ബിഹേവിയറിലായിട്ടുള്ള ചേഞ്ചസ് കൂടി മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ആ എംപ്ലോയീസിനെ നമുക്ക് ഓരോ തൊഴിൽ ഏൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. Thus, organization influences either is influenced by individuals. ഓക്കെ, നമുക്കറിയാം എപ്പോഴും അപ്പോ എന്താണ് ഇൻഡിവിജ്വൽസിന്റെ ആ ഒരു പ്രേരക ഘടകങ്ങളെല്ലാം തന്നെ ഓർഗനൈസേഷന്റെ ഇൻഫ്ലുവൻസിനോടൊപ്പം തന്നെ പ്രേരക ഘടകങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു 4 എലമെന്റ്സുകളാണ് ഓർഗനൈസേഷൻ ബിഹേവിയറുമായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ പീപ്പിൾ, ദെൻ എൻവയറൺമെന്റ്, സ്ട്രക്ചർ, ടെക്നോളജി. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ഐഡിയ മനസ്സിലായോ എന്താണ് ഓർഗനൈസേഷൻ ബിഹേവിയർ? ആ ബിഹേവിയർ എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിയോ? ഇനി നമുക്ക് അതിന്റെ എലമെന്റ്സിലേക്ക് നോക്കാം. അതില് പീപ്പിൾ, എൻവയറൺമെന്റ്, സ്ട്രക്ചർ, ടെക്നോളജി ഒക്കെ അതിൽ പെടുന്ന എലമെന്റ്സുകളാണ്. അതിൽ ഓരോന്നും ഡിഫൈൻ ചെയ്യുന്നുണ്ട്, എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ വെക്കേണ്ടതാണ്. നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. What are the key elements of organization behavior? എന്തൊക്കെയാണ് പീപ്പിൾ, എൻവയറൺമെന്റ്, സ്ട്രക്ചർ ആൻഡ് ടെക്നോളജി. നോക്കുക, the key elements in organization behavior are structure, technology, impact on the environment in which the organization operates. Okay, അതായത് ആ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ആവശ്യമായിട്ടുള്ള ടെക്നോളജിയുടെ ഘടനയുണ്ട്, ജനങ്ങളുണ്ട്, പീപ്പിൾസ് ഉണ്ട്. ഓക്കെ, അവിടെ എൻവയറൺമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമുക്കറിയാം. ഒരു സ്ഥാപനം തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് ലീഗലി പെർമിഷൻ വേണം, അല്ലെ? നമ്മളിപ്പോ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റെയൊക്കെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ? പഞ്ചായത്തിന്റെയൊക്കെ പെർമിഷൻ വേണ്ടി വരും. എങ്കിലല്ലേ വരുമോ? വെറുതെ വിളിച്ചെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഒരു പെർമിഷൻ അവിടെ ആവശ്യമാണ്, അല്ലെ? അപ്പൊ അതേമാതിരി തന്നെ ഇൻ കേസ് നമ്മളിപ്പോ ലീഗലി അതിൻ്റെതാണ് എങ്കിൽ അതേമാതിരി കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആ ഒരു ഏത് ബിസിനസ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അത് ഫോളോ ചെയ്യേണ്ടത് വരും, അല്ലെ? നിയമാവലികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ടി വരും. ഇത്രയും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിനെ ചിലതെല്ലാം ആക്ടുകളുടെ കീഴിൽ കുറെ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കേണ്ടതുണ്ടാവും, അതൊക്കെ ലഭ്യമാക്കേണ്ടതുണ്ടാവും. അപ്പൊ നിയമാനുസൃതമായിട്ടായിരിക്കണം ആ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെ? എൻവയറൺമെന്റൽ ആയിട്ടുള്ള ചേഞ്ചസ് അത് ഫസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്.
തന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അതിനൊരു ഘടനയുണ്ട് അല്ലെ. ഇല്ല ഏറ്റവും തലത്തിലുള്ള വ്യക്തികൾ ടോപ്പ് മാനേജേഴ്സ് താടിയായിരിക്കും, അതിനുശേഷം അല്ലെ അങ്ങനെ ഫീൽഡ് വർക്കേഴ്സുകളൊക്കെ രൂപകൽപ്പന ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഈ കേസ് ഒരു ചെറിയ സ്ഥാപനമാണെങ്കിലും അതിന് തൊഴിലുടമയും തൊഴിലാളികളും അല്ലെ 1-2 പേഴ്സൺസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടൊരു ഘടനയുണ്ട് അല്ലെ. കേസ് ചിലപ്പോൾ പ്രൊപ്പറേറ്റർ തന്നെ നേരിട്ട് ബിസിനസ് നടത്തുന്നതാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെതായ ഒരു രീതി ഉണ്ടാവും അല്ലെ. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി തന്നെയായിരിക്കും ആ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ അതിനപ്പുറം നമുക്കറിയാം കുറച്ചും കൂടി കൂടുതൽ എംപ്ലോയിനെ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഘടനയാണ് അല്ലെ. ഒരു ചട്ടക്കൂട് അതിനുണ്ടായിരിക്കും. നമ്മുടെ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത് പീപ്പിൾസ് വ്യത്യസ്ത ബിഹേവിയറലായിട്ടുള്ള കഴിവുകളും മനോഭാവങ്ങളും എല്ലാം ഉള്ള ഒരുപാട് പീപ്പിൾസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഘടനയുണ്ട്. അതേപോലെ തന്നെ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടാവും. മെഷീനിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ ടെക്നോളജിക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്കറിയാം പല എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അത് കൈകാര്യം ചെയ്തു പോകണം. ആ ഒരു ബിസിനസിന്റെ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും ലീഗലായിട്ടും അല്ലെങ്കിൽ ഈ കേസിൽ നമുക്കറിയാം ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും അത് മാർക്കറ്റിൽ വിപണനം ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു വിപണനം ചെയ്യാൻ പറ്റുന്നത് ഇൻകേസ് സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും പബ്ലിക് അത് ക്യാച്ച് ചെയ്യണം. അതല്ലെങ്കിൽ ആ ബിസിനസ് തകർന്നു പോകും അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവിടെ അതിന് ആവശ്യമായിട്ടുള്ള ഒരു മാർക്കറ്റ് അവൈലബിൾ ആവണം അല്ലെ. അപ്പൊ അതിനൊക്കെ ആയിട്ട് അനുസൃതമായിട്ടുള്ള എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എലമെന്റ്സ് ഏതൊരു ഓർഗനൈസേഷനിലും ഉണ്ടാവും എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. People make up the internal and social system of the association. ഓക്കെ, അപ്പൊ ആ ഒരു സംഘടനയിലെ പ്രധാനപ്പെട്ട ആന്തരികമായിട്ടുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലുള്ള വർക്കേഴ്സ് ആണ് അല്ലെ, പീപ്പിൾസ് ആണ്. They consist of individuals and groups. Group of peoples അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഒക്കെ ആയിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. The groups may be before small, formal or informal, official or unofficial. ഓക്കെ, നമുക്കറിയാം ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് ഫോർമലി ഔപചാരികമായിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ഒക്കെ ആവാം. എന്താ ഇതൊക്കെ ആയാലും അവിടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് ആർ ഡൈനാമിക്, അവര് ചലനാത്മകമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. They work in the organization to accomplish their goals. ഓക്കെ, നമുക്കറിയാം ഏതൊരു കമ്പനി ആണെങ്കിലും അവിടെ ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അതായത് എത്ര മെഷീൻ ഉണ്ടായാൽ കൂടി എന്തായാലും കുറച്ചെങ്കിലും ഹ്യൂമൻ റിസോഴ്സസ് അവിടെ ഉണ്ടാവില്ലേ. ഇൻഡിവിജ്വലി 1-2 പേരെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യാനെങ്കിലും ഇൻഡിവിജ്വലി ഉണ്ടാവില്ലേ, ഉണ്ടാവും അല്ലെ. അപ്പൊ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി കുറച്ച് പേരെങ്കിലും തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും അല്ലെ. ഫോർമലി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും. ഇനിവേ അവരെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടാണ് ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയത്. സോ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് പീപ്പിൾ ആണ്. അതായത് ഏതൊരു ബിസിനസിന്റെയും ഉള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവിടെ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്ട്രക്ചർ. ഞാൻ പറഞ്ഞു ഒരു ഘടനയുണ്ടാവും അല്ലെ. ഏതൊരു ബിസിനസ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പൊ ആ സ്ട്രക്ചർ ഡിഫൈൻസ് ദ ഫോർമൽ റിലേഷൻഷിപ്പ് ഓഫ് ദ പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലുള്ള ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ബന്ധം. നമുക്കറിയാം തൊഴിലുടമയും തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ല സൗഹൃദമായിട്ടുള്ള ബന്ധമുണ്ട് എങ്കിലും തീർച്ചയായിട്ടും ഒരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ. അവരവരുടെ റിപ്പോർട്ടിലൊക്കെ കൃത്യമായിട്ടുള്ള സമയത്തൊക്കെ നമുക്കറിയാം എംപ്ലോയറെ ഏൽപ്പിക്കേണ്ടതൊക്കെ ഉണ്ടാവും, തൊഴിലുടമയെ ഏൽപ്പിക്കേണ്ടതൊക്കെ ഉണ്ടാവും. എനിവേ അവര് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് എങ്കിൽ നമുക്ക് കുറച്ച് പോകാം. അപ്പോ പീപ്പിളിനെ കുറിച്ചിട്ടൊക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഒരു ഓർഗനൈസേഷനിൽ നമുക്കറിയാം എന്താണ് അവിടെ വർക്കേഴ്സ് ഉണ്ടാവും. ഈ വർക്കേഴ്സിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ പീപ്പിൾ മേക്കപ്പ് ഇന്റേണൽ ആൻഡ് സോഷ്യൽ സിസ്റ്റം ഓഫ് ദ അസോസിയേഷൻ. അതായത് ആന്തരികമായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് അവർ വർക്ക് ചെയ്ത് അല്ലെ അവരെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത്. ദി കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആയിട്ട് ഗ്രൂപ്പ്സ്. അതായത് നമുക്കറിയാം ഒന്നെങ്കിൽ മെഷീനാണെങ്കിൽ കൂടി 1-2 പേര് ആണെങ്കിൽ കൂടി അവിടെ പീപ്പിൾസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഗ്രൂപ്പ് ഓഫ് മേ ബി ബിഗ് ഓർ സ്മോൾ, അല്ലെങ്കിൽ
വലിയ അല്ലെ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാവാം, ചിലപ്പോൾ കുറച്ച് അംഗങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാവാം, ഔപചാരികമാകാം അനൗപചാരികമായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആവാം. അവരെ വർക്ക് ചെയ്ത് എന്തൊക്കെയായാലും അവര് ചലനാത്മകമായ രീതിയിൽ അല്ലെ ഡൈനാമിക് ചലനാത്മകമായ രീതിയിൽ, അതായത് അവര് ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഓർഗനൈസേഷനിൽ നേടാനായിട്ട് സാധിക്കുന്നത്, ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ? പീപ്പിൾ ഓക്കെ അല്ലേ? ഓക്കെയാണോ? പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് ഒക്കെയാണ്. വീണ്ടും എന്താണ് നെക്സ്റ്റ്? സ്ട്രക്ചർ, ഘടനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരു ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും, ചെറിയ ബിസിനസ് സ്ഥാപനമാണെങ്കിലും വലിയ ബിസിനസ് സ്ഥാപനമാണെങ്കിലും അതിന് ഒരു തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടാവും അല്ലെ. നമ്മൾ ആർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, ആരെയാണ് റെസ്പോൺസിബിൾ അല്ലെ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ, എന്തൊക്കെയാണ് നമ്മൾ ഒരു ഡ്യൂട്ടി ഫോർമാറ്റ് ചെയ്യുന്നതുണ്ടാവും അല്ലെ. സ്ട്രക്ചർ ഉണ്ടാവും, ഘടനയാണ്. വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്കറിയാം അവിടെ തൊഴിലുടമയുണ്ടാവും, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് ഉണ്ടാവും, പിന്നെ തൊഴിലാളികൾ ഉണ്ടാവും, തൊഴിലാളികളുടെ ടോപ്പ് ലെവലുള്ള തൊഴിലാളികൾ ഉണ്ടാവും, അതിനുശേഷം മിഡിൽ ലെവലിലുള്ള അല്ലെ അവരെ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മളിപ്പോ നഴ്സിംഗ് അല്ലെ നമ്മളിപ്പോ പല ഇതുകൾ പഠിച്ചപ്പോൾ ഒരു കാറ്റഗറൈസ് ഹൈറാർക്കി മോഡലുകൾ പഠിച്ചു അല്ലെ, ശ്രേണി പഠിച്ചു. ഏറ്റവും ടോപ്പിലാണെങ്കിലാണ് അവർക്ക് ആയിരിക്കും കൂടുതൽ റെസ്പോൺസിബിൾ, അതിനെ തൊട്ട് താഴെയുള്ളവര്. അങ്ങനെ ഒരു ഘടനയുണ്ടാവും, ഒരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ. ഏറ്റവും താഴെ ലെവലിലുള്ളവരായിരിക്കും പിന്നെ വർക്കേഴ്സ് ഒക്കെ, അവരവരുടെ മേൽത്തട്ടിലുള്ള വ്യക്തികൾക്ക് അവരുടെ റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കും, അവരായിരിക്കും ഇവരെ സൂപ്പർവൈസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഘടനയുണ്ടാവും. സോ അതാണ് ഇവിടെ പറയുന്നത്, സ്ട്രക്ചർ ഡിഫൈൻഡ് ഫോർമൽ റിലേഷൻഷിപ്പ് ഓഫ് ദ പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ബന്ധം അല്ലെ, ആ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Then different people in the organization are implementation different types of the job and they need to be related in some structural way so that their work can be well managed. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ആ വിവിധ വർക്കുകളുണ്ട് അല്ലെ. ഇപ്പോ കേസ് ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ എന്താണ് നഴ്സുമാരും ഡോക്ടേഴ്സും മാത്രമല്ല വർക്ക് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാൻ പാടാത്ത ടെക്നീഷ്യൻ നമ്മളിപ്പോ നേരത്തെ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചു പോലെ ടെക്നീഷ്യന്മാരെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഗ്രൂപ്പ് ഓഫ് വ്യത്യസ്ത രീതിയിലുള്ള വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ മാനേജ് ചെയ്യാൻ ഒരു കൺട്രോളിംഗ് വേണം. അവരെ മാനേജ് ചെയ്യാനായിട്ട് ഒരു കൺട്രോളിംഗ് ഇല്ല എങ്കിൽ എന്താണ് പ്രത്യേകത? കെയർലെസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെ ചെയ്ത് അവസാനിപ്പിച്ച് വെക്കും അല്ലെ. അപ്പൊ അതിനൊരു കൃത്യമായ ഒരു കംപ്ലീഷനോ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനോ സാധിക്കാതെ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഘടന ഏതൊരു ജോലിക്കും ആവശ്യമാണ്. ഡിഫറെന്റ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ആർ ഇംപ്ലിമെന്റിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ്. വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നതിന് വ്യത്യസ്ത തരത്തിലുള്ള അല്ലെ ഇംപ്ലിമെന്റേഷൻ പാലിക്കലുകൾ ഉണ്ടാവും, അതായത് മേലധികാരികളൊക്കെ ഉണ്ടാവും. ആൻഡ് ദേ നീഡ് ടു ബി റിലേറ്റഡ് ഇൻ സം സ്ട്രക്ചർ വേ. അവിടെ ഒരു ഘടനാപരമായിട്ടുള്ള വേ കൂടി മാത്രമാണ് അത്തരത്തിലുള്ള ജോലികൾ നിർവഹിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വർക്ക് ക്യാൻ ബി വെൽ മാനേജ്. നന്നായിട്ട് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു ഘടന ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു കൺട്രോളിംഗ് കിട്ടുള്ളൂ, സൂപ്പർവിഷൻ കിട്ടുള്ളൂ, ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ഘടന വേണ്ടേ ഏതൊരു ജോലിക്കും? സ്ട്രക്ചർ വേണ്ടേ? വേണ്ടി വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മേലധികാരികൾ വരും എന്നുള്ള ഒരു പേടി കൊണ്ടുകൊണ്ടായിരിക്കും വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള സബ്മിറ്റ് ചെയ്യണം അല്ലെ എന്നൊക്കെയുള്ള ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ് പ്രോപ്പറായിട്ട് ഏതൊരു ജോലിക്കാരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത് അല്ലെ. ആരും മാനേജ് ചെയ്യാനില്ല, ആരും സൂപ്പർവൈസ് ചെയ്യാനുള്ളതില്ല എങ്കിൽ എന്താണ് അവർക്ക് തോന്നുന്ന പോലെയായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. സോ അതിനകത്തേതായിട്ടുള്ള ഒരു ഘടനയുണ്ട്. സോ മനസ്സിലാക്കുക, ഫസ്റ്റ് പീപ്പിൾ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സുകളുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്ട്രക്ചർ ആയിട്ടൊരു പ്രത്യേകമായിട്ടുള്ള ഘടനയുണ്ട്. ടെക്നോളജി നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഹ്യൂമൻ റിസോഴ്സ് മാത്രമായിട്ടായിരിക്കില്ല ആ വർക്കുകളൊക്കെ മുന്നോട്ട് പോകും. അവിടെ എന്തുണ്ടാവും? ടെക്നോളജിയുടെ ഹെൽപ്പ് കൂടി ഉണ്ടാവും അല്ലെ. ടെക്നോളജി സച്ച് ആസ് മെഷീൻ ആൻഡ് വർക്ക് പ്രോസസ് പ്രൊവൈഡ് ദ റിസോഴ്സസ് വിത്ത് വിച്ച് പീപ്പിൾ വർക്ക് ആൻഡ് എഫക്ട് ദ ടാസ്ക് ദാറ്റ് ദേ പെർഫോം. അവർക്ക് ഈ നല്ല പെർഫോമൻസ് അല്ലെ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് പീപ്പിൾസിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും?
തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ടെക്നോളജി ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ഫിഷിന്റെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കും അവര് ഈ തരത്തിലുള്ള വർക്കുകളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊവൈഡ് ദ റിസോഴ്സസ് വിത്ത് വിച്ച് പീപ്പിൾ വർക്ക് ആൻഡ് എഫക്ട് ദ ടാസ്ക് അല്ലെ, നല്ല രീതിയിലെ ടാസ്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, മെഷീനൊക്കെ പോലുള്ള റിസോഴ്സസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. The technology used has a major impact on our working relationships. Okay, നമുക്കറിയാം നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ അല്ലെ, നമുക്ക് ഇപ്പോ എല്ലാ കാര്യത്തിലും നമുക്കറിയാം സ്പീഡൊക്കെ കിട്ടാൻ കാരണം എന്തുകൊണ്ടാണ്, മെഷീന്റെ ഹെൽപ്പ് ഉള്ളത് കൊണ്ടാണ് അല്ലെ. പണ്ട് കാലത്തെ അപേക്ഷിച്ച് നമുക്ക് ഇപ്പൊ സ്പീഡിൽ ഹോസ്പിറ്റൽ പ്രോസസ്സുകളിൽ തന്നെ എല്ലാം സ്പീഡിൽ വരുന്നത് എന്തുകൊണ്ടാണ്, ഡിജിറ്റലൈസ് ചെയ്തുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് അല്ലെ. അവിടെ ടിക്കറ്റ് കൗണ്ടർ തുടങ്ങി അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ ആ ഒരു ഇത് തുടങ്ങി നമുക്കറിയാം ബാക്ക് ഓഫീസ് വരെ എൻഡിങ് വരെ നമുക്കറിയാം അവിടെ ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നല്ല സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകുന്നത് അല്ലെ. ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പീപ്പിൾസ് അവരുടെ ഡ്യൂട്ടികൾ നിർവഹിക്കുന്നത്. It allows the people to do more and better work, but it also restricts people in various ways. Okay, നമുക്കറിയാം നന്നായിട്ട് ബെറ്ററായിട്ട് പോകുന്നുണ്ട്, പക്ഷെ അവര് പറയുന്ന നിലപാടുകളോട് ചേർന്ന് മാത്രമാണ് അതല്ലേ എന്താണോ ആ ഒരു ഡിജിറ്റലൈസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ആ ഒരു മെഷീൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ നമുക്കറിയാം അതിന്റെയും കൂടി ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ടെക്നോളജിയോടൊപ്പം തന്നെ പീപ്പിൾസ് മൂവ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ബെറ്റർ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നുണ്ട് ടെക്നോളജി, പക്ഷെ അതിനോടൊപ്പം തന്നെ കൈകാര്യം ചെയ്തു പോയാൽ മാത്രമാണ് നല്ല രീതിയിലുള്ള റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ മറ്റൊരു എലമെന്റ് എന്ന് പറയുന്നത് ടെക്നോളജി ഇല്ലേ. അപ്പൊ ഫസ്റ്റ് എലമെന്റ് എന്താണ്? ഫസ്റ്റ് എലമെന്റ് people, then second one structure, third one technology. Okay, അപ്പൊ മൂന്ന് എലമെന്റ് നമ്മൾ ജസ്റ്റ് കഴിഞ്ഞു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? then നമുക്ക് നെക്സ്റ്റ് നോക്കാം എൻവയോൺമെന്റ്. എൻവയോൺമെന്റിൽ എന്താ പറയണത്? All organizations operate within an external environment. Okay, നമുക്കറിയാം എല്ലാ ഓർഗനൈസേഷനിലും നമുക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള ചുറ്റുപാടുകളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നമുക്ക് പെർമിഷൻ വരെ നമുക്ക് വേണമെങ്കിൽ മാത്രം അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ ഉദ്ദേശിക്കുന്നത് സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും അല്ലെ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിലും അത് കമ്പോളത്തിൽ വിപണനം ചെയ്യണം. മാർക്കറ്റ് അത് അല്ലെ നേടിയെടുക്കുക, മാർക്കറ്റിൽ നമുക്ക് ഒരു സ്ഥാനം നേടിയെടുക്കുക എങ്കിൽ മാത്രമാണ് ആ ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. സോ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ ഘടകങ്ങൾ കൂടി അതിന് എലമെന്റ് ആയിട്ട് തന്നെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് വിത്തിൻ ആൻ എക്സ്റ്റേണൽ എൻവയറൺമെന്റ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ലാർജ് സിസ്റ്റം ദാറ്റ് കണ്ടെയ്ൻ many other elements such as the government, the family and the other organizations. നമുക്കറിയാം എലമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോ ഹ്യൂമൻ ബീയിങ് നല്ല കഴിവിട്ട ഹ്യൂമൻ ബീയിങ് ആണ് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ ബിസിനസ് ഫേമിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അഫക്ട് ചെയ്യും ഇല്ലേ. അവർ ചിലപ്പോൾ ലോങ് ലീവ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല ഹ്യൂമൻ റിസോഴ്സസ് ആണ് ലോങ് ലീവ് ആയിട്ട് പോയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ് ബാധിക്കില്ലേ. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ ആയിട്ടുള്ള പല എലമെന്റ്സുകൾ അല്ലെ നമ്മുടെ എൻവയറൺമെന്റൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് പുറമെ അല്ലെ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ്, അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ കുറെ ഇഷ്യൂസ് ചിലപ്പോഴൊക്കെ നമുക്കറിയാം. ചിലപ്പോ ഗവൺമെന്റിന്റെ അല്ലെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലതിനൊക്കെ മാറ്റങ്ങളൊക്കെ വരും അല്ലെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസിനെ കൂടി എഫക്ട് ചെയ്യുന്നുണ്ട്. സോ മനസ്സിലാക്കി എടുക്കാം. പ്രധാനമായിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഫേമിനെ കൈകാര്യം ചെയ്തു പോകുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ എലമെന്റ്സിനെ കൂടി കൺസിഡർ ചെയ്യേണ്ടതാണ്. such as the government, family and other organizations. Okay, then all of these mutually influences each other in a complex system and it creates a circumstance for a group of people.
ഓക്കെ, ഇതെല്ലാം കൂടി ചേർന്നിട്ട് പീപ്പിൾ അല്ലെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് കൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഓർഗനൈസേഷൻ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അല്ലെ. അതായത് മ്യൂച്വലി ഇൻഫ്ലുവൻസ് ഈച്ച് അതറിന്റെ കോംപ്ലക്സ് സിസ്റ്റം. അതായത് ഈ സങ്കീർണമായിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള പല എൻവയറമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്നിച്ച് നിന്ന് അല്ലെ, അത് പീപ്പിൾസും കൂടി ഒന്നിച്ച് നിന്ന് നമ്മൾ സംയുക്തമായിട്ട് മുന്നോട്ട് പോയാൽ അവിടെയുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യണം. നമുക്ക് ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ എൻവയറമെന്റൽ ആയിട്ടുള്ള മാറ്റങ്ങൾ കൂടി നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ബിസിനസ്സിന് സക്സസീവ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കേസ് നമ്മളിപ്പോ അല്ലെ നല്ല രീതിയിൽ വസ്തുക്കൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അതിന്റെ അസംസ്കൃത വസ്തുക്കൾ അല്ലെ റോ മെറ്റീരിയൽസ് ഒക്കെ ചിലപ്പോൾ ആണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ആണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് വിലക്കിയിരിക്കാം. ചിലപ്പോൾ ചില രാജ്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്താൽ നമുക്ക് ആ കൺട്രിയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ലഭ്യമല്ല എങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു സ്ഥാപനം ആ ഒരു ഫേം അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഫേം സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം അസംസ്കൃത വസ്തുക്കൾ നമുക്ക് ലഭ്യമല്ല. സോ എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെ എൻവയറമെന്റൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യണം. ഇപ്പൊ ബിസിനസ് ഫേം ആണെങ്കിൽ ഇൻ കേസ് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുന്നത് അല്ലെ. എല്ലാ എക്യുപ്മെന്റ്സും ഒരുപക്ഷെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്, കളക്ട് ചെയ്യും. അപ്പൊ നമുക്ക് അതെല്ലാം കൃത്യമായ സമയങ്ങളിലെല്ലാം ലഭ്യമാകണം. ഓക്കെ, അപ്പൊ എന്താണ് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെയാണ്, അവിടെയുള്ള വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ ഒക്കെയാണ്. പക്ഷെ സംതിങ് അല്ലെ ഈ ഒരു എക്യുപ്മെന്റ്സ് കിട്ടുന്ന വിധത്തിന് ഒരു തടസ്സം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ബിസിനസിനെ ബാധിക്കും. സോ ബിസിനസ് നന്നായിട്ട് റൺ ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പീപ്പിൾ അവിടെ മോസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ എന്താണ് നമ്മൾക്ക് സ്ട്രക്ചർ നല്ല രീതിയിലുള്ള ഘടന ഉണ്ടായിരിക്കണം. നല്ലൊരു ഘടന ഉണ്ടെങ്കിൽ മാത്രമാണ് വർക്കുകളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുള്ളൂ. ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജിക്ക് അനുസൃതമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ അവരുടെ എംപ്ലോയീസിന് ലഭ്യമാക്കേണ്ടതാണ്. അതെല്ലാം കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകും. ഒപ്പം തന്നെ എൻവയറമെന്റൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്, അതും കൂടി അല്ലെ നല്ല രീതിയിൽ മാർക്കറ്റിൽ വിപണനം ചെയ്യാൻ പറ്റുന്ന തരത്തിലൊക്കെ യോഗ്യമായി അല്ലെങ്കിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് സാധനങ്ങളൊക്കെ കൃത്യമായ സമയത്തൊക്കെ നമുക്ക് ലഭ്യമാകണം. അങ്ങനെ എല്ലാം ഒന്നിച്ചു പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഓർഗനൈസേഷന് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. സോ എലമെന്റ്സ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ, ഒരു ഓർഗനൈസേഷന്റെ ഓരോ ബിഹേവിയർ ശാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ഓർത്തുവയ്ക്കുക. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു തൊഴിലുടമ കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചു കഴിഞ്ഞാൽ മാത്രം ലക്ഷ്യം ചെയ്യാൻ സാധിക്കില്ല. തൊഴിലാളികൾ നല്ലവരായിരിക്കണം, ഓക്കെയാണ്, തൊഴിലുടമയ്ക്ക് മതിയായ ഫണ്ട് ആവശ്യമാണ്. പക്ഷെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി അല്ലെ നല്ല സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, നല്ല ടെക്നോളജി വരുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജികളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിലേക്ക് അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുക്കണം. മാത്രമല്ല നല്ല എൻവയറമെന്റൽ ആയിട്ടുള്ള കണ്ടീഷൻസ് വേണം അല്ലെ. ഒരിക്കലും ഒരു തടസ്സങ്ങളൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷന് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ക്ലിയറാണോ? ഏതെങ്കിലും പോയിന്റുകൾ കിട്ടാത്തതുണ്ടോ? ക്ലിയറാണ്? എല്ലാവരും ഒക്കെയാണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? റെസ്പോണ്ട് ചെയ്യുക. എവിടെയെങ്കിലും കിട്ടാത്തതുണ്ടോ? സ്പീഡ് കൂടുതലോ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടോ? ാണോ? സ്പീഡ് കൂടുതലോ? ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ബിഹേവിയറലായിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ എടുക്കുന്ന ക്ലാസ് പറയുന്നത്. ബിഹേവിയറൽ ആയിട്ടുള്ള ശ്വാസത്തില് പല കാര്യങ്ങൾ കൂടി ഇവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് എലമെന്റ്സ് നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് കുറച്ച് അപ്രോച്ചസുകളാണ് പഠിക്കാനുള്ളത്. ഓരോരുത്തരുടെ ഓരോ സമീപനം. അപ്പൊ അതിലെ ഫസ്റ്റ് അപ്രോച്ച് നോക്കാം. എങ്ങനെ ചെയ്യാലോ? എലമെന്റ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാം.
അതേപോലെ തന്നെ എലമെന്റ്സിൽ അല്ലെ സോറി എൻവയറമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ പെടാം അല്ലെ അതർ എലമെന്റ്സ് സച്ച് ഗവൺമെന്റ് ഫാമിലി ആൻഡ് അതർ ഓർഗനൈസേഷൻസ് ഒക്കെ ഇതിൽ പെടാവുന്നതാണ് അല്ലെ. മറ്റു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് സ്മൂത്ത് ആയിട്ട് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷൻ നിലനിൽപ്പുണ്ടാവുക. ചിലപ്പോ ചില ബിസിനസ് ഫേമുകളൊക്കെ ടൈപ്പ് ആയിരിക്കും, ഏതെങ്കിലും ഒരു ബിസിനസ് ഏതെങ്കിലും ഒരു മറ്റൊരു ഓർഗനൈസേഷനൊക്കെ ആയിട്ട് ടൈപ്പ് ആയിട്ടായിരിക്കും. കാരണം അതിനുള്ള മുതൽ അല്ലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ ആ പ്രൊപ്പറേറ്റർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് നടന്നു പോകും. പക്ഷെ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ തന്നെ നമുക്കറിയാം ഈ എക്സ്റേ അല്ലെ മറ്റേ MRI സ്കാനും സംഭവങ്ങളെല്ലാം ചിലപ്പോൾ ഹോസ്പിറ്റലിന് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ശേഷി ഉണ്ടാവാറില്ല. സോ അത് മറ്റൊരു അല്ലെ അവരോടൊപ്പം കയ്യൊക്കെ ചേർന്നിട്ടായിരിക്കും അവര് ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ പറയുന്നത് ഓർഗനൈസേഷൻ ഇപ്പം ഡൗണായി പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന പേഷ്യൻസ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട് അല്ലെ. ഇതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സൗകര്യങ്ങൾ കൂടി അവൈലബിൾ ആണല്ലോ എന്ന് ഓർക്കാത്തായിരിക്കും പേഷ്യൻസ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ പറയുന്നത് നമ്മള് മറ്റു എൻവയറമെന്റൽ കാര്യങ്ങൾ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അല്ലെ. അത് കൂടി ഉപയോഗിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷൻ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. സ്വന്തം ബിസിനസ് എന്ന് പറയുന്നത് ജസ്റ്റ് തൊഴിലുടമയ്ക്ക് തൊഴിലാളികൾക്ക് മാത്രം അല്ലെ അവർക്ക് മാത്രം നീതിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല, എല്ലാം കൂടി അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ശ്ലോക എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് അപ്രോച്ചിലേക്ക് പോവാം. മോഡേൺ അപ്രോച്ചസ് ടു ഓർഗനൈസേഷൻ ബിഹേവിയർ. The modern approach to organization behavior is the search for the truth of why people behave the way they do, and it is a vulnerable and complex process. Okay. അതായത് നമുക്കറിയാം ഓരോ പീപ്പിൾസിന്റെ ബിഹേവിയർ പെരുമാറ്റ രീതി എന്ന് പറയുന്നത് എന്താ പറയുക ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്, പ്രവർത്തനമാണ്. അത് സ്വമേധയ അല്ലെ നമുക്ക് ഈ പറഞ്ഞ പെട്ടെന്ന് നമുക്ക് ശരിയായ തലമേതം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പാടാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതൊരു കോംപ്ലക്സ് നിറഞ്ഞ പ്രോസസ്സാണ്. If one aims to manage organizations, it is necessary to comprehend how they operate. Okay. അതായത് ഓരോ വ്യക്തികൾ അല്ലെ ഓർഗനൈസേഷനിലെ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ആ ഒരു രീതികൾ അല്ലെ അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഓർഗനൈസേഷൻ കമ്പൈൻസ് സയൻസ് ആൻഡ് പീപ്പിൾ. അതായത് ശാസ്ത്രീയമായിട്ട് തന്നെ പീപ്പിൾസിനെ വിലയിരുത്തുക എന്ന് പറയുന്നത് നമുക്കറിയാം ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. While science and technology is predictable, the human behavior in an organization is rather unpredictable. തീർച്ചയായിട്ടും നമുക്ക് ടെക്നോളജിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രത്തിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നേരത്തെ കുട്ടി പ്രവചിക്കാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. ഇന്ന ടെക്നോളജി ഇന്ന മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഇത്ര സമയം കൊണ്ട് ഇത്രയും ഉത്പാദിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ സയന്റിഫിക് ആയിട്ടുള്ള ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഇന്നതായിരിക്കും എന്നൊക്കെ പ്രൊഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ കൂട്ടി നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഒരു ബിഹേവിയർ നമ്മളിപ്പോ ഒരു രണ്ട് മൂന്ന് വ്യക്തികളെ അതേപോലെ നമ്മൾ ഒരു തൊഴിലിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു വ്യക്തി
ചെയ്യുന്ന അത്രയും സ്പീഡിൽ മറ്റൊരു വ്യക്തിക്ക് ജോലി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഒക്കെ സെയിം ആണ്, പക്ഷെ എങ്കിൽ കൂടി ഒരു വ്യക്തിയുടെ അതേപോലത്തെ തന്നെ കാര്യം ചെയ്യാൻ മറ്റൊരു വ്യക്തിക്ക് പറ്റിയെന്ന് വരില്ല അല്ലെ. അവരുടെ സ്പീഡും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ചില വ്യക്തികളുടെ സ്പീഡിൽ ചെയ്യുന്നുണ്ടാവായിരിക്കാം, പക്ഷെ നമുക്കറിയാം ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തുന്നുണ്ടാവില്ല. കാരണം ചിലര് സൂക്ഷ്മമായിട്ട് വളരെ സമയം എടുത്ത് ചെയ്യുന്നവരായിരിക്കാം, പക്ഷെ റിസൾട്ട് നന്നായിരിക്കും. ചിലര് സ്പീഡിൽ ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ റിസൾട്ട് നന്നാവണമെന്നില്ല. ചിലപ്പോൾ സ്പീഡിൽ നല്ല കറക്റ്റ് ആയിട്ട് ചെയ്യുന്നവരും ഉണ്ടാവാം അല്ലെ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയറുള്ള പേഴ്സൺസ് ആയിരിക്കും. ശരിയല്ലേ? ആണോ? ആണോ? ശരിയാണോ? ബിഹേവിയറിലായിട്ട് അങ്ങനെയൊക്കെ ചേഞ്ചസ് ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കുക എന്താണ്, നമുക്ക് എല്ലാം പ്രഡിക്റ്റ് ചെയ്യാം അല്ലെ. സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം, പക്ഷെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ആ ഒരു ബിഹേവിയറിലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്. This is because it arises from people's deep seated needs and value systems. ഓക്കെ, നമുക്കറിയാം ചിലരുടെ ഉള്ളില് അല്ലെ ഒരുപാട് ആവശ്യങ്ങളും അവരുടെ മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം, അവര് അല്ലെ ജനറ്റിക് ആയിട്ട് കുറെ മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാം. അതല്ലെങ്കിൽ ചിലവരുടെ ആവശ്യങ്ങളായിരിക്കും അല്ലെ. ഇപ്പൊ ചിലരൊക്കെ അവർക്ക് നല്ല സ്പീഡിൽ ചെയ്യാനുണ്ട് ആഗ്രഹിക്കും, കാരണം അവർക്ക് ഫണ്ട് ആവശ്യമായിരിക്കും അല്ലെ. ഇൻ കേസ് ഓവർ ടൈം ചെയ്താൽ കുറച്ചും കൂടി പുള്ളി കിട്ടും എന്നുള്ള ഒരു രീതി ഉണ്ടെങ്കിൽ അവരെ സ്പീഡിൽ ചെയ്യാൻ സാധിക്കും, കാരണം അത് അവരുടെ ആവശ്യമാണ്. അവർക്ക് ആ ഒരു ഫിനാൻസ് വേണമെന്നുള്ള ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ചിലരുടെ ഈ പറഞ്ഞ മാത്രമേ വാല്യൂ സിസ്റ്റം, അവരെ എന്താണ് സ്വമേധയ അല്ലെ ജനറ്റിക് ആയിട്ടൊക്കെ കുറെ മൂല്യങ്ങളൊക്കെ ഉള്ള വ്യക്തിത്വമാണ്. സോ ആ വ്യക്തിത്വമുള്ളവരെ ആ രീതിയിൽ തന്നെ ഓരോ വർക്കുകളിലും അത് പ്രകടിപ്പിക്കും. സോ ഓരോരുത്തരുടെ ബിഹേവിയർ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. സയൻസ് മാനേജ്മെന്റ് അപ്രോച്ച് എന്താ പറയുന്നത്? ഓക്കെയാണോ? ജസ്റ്റ് മോഡേൺ അപ്രോച്ച് ടു ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത്. ഓക്കെയാണോ? ക്ലിയർ ആണോ? ഓക്കെ, സയൻസ് മാനേജ്മെന്റ് അപ്രോച്ച് നോക്കാം. The scientific management approach was developed by MWT at the beginning of the 20th century. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്യാം ആരാണ് ഈ ഒരു സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അത് ഏത് ടൈമിലാണെന്നും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. Just theory recommended use of certain steps scientifically അവര് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റെപ്പുകളെ കുറിച്ചിട്ടാണ് താഴെ പറയുന്നത്. നോക്കാം. എന്താണ്? സ്റ്റഡിയിങ് ഈച്ച് എലമെന്റ് ഓഫ് എ ജോബ്, choosing and developing the best workers for the job, making sure that the workers follow prescribed methods of doing the job. Okay, അപ്പൊ അതിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ, ഈ റെക്കമെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് എന്താണ്? ഈച്ച് എലമെന്റ് ഓഫ് ദി ജോലി, ഓരോ എലമെന്റ് ജോലിയുടെ ഓരോ എലമെന്റും സ്റ്റഡി ചെയ്യുക, പഠിക്കുക അല്ലെ. ഒരു എന്താണെന്നുള്ള കാര്യം നമ്മൾ എലമെന്റ്സുകൾ കണ്ടു, പീപ്പിൾ സ്ട്രക്ചർ, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇതൊക്കെയാണ് എലമെന്റ്സുകൾ. ആ എലമെന്റ്സുകളെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് പഠിക്കുക. ചൂസിങ് ആൻഡ് ഡെവലപ്പിംഗ് ദ ബെസ്റ്റ് വർക്കേഴ്സ് ഫോർ ദ ജോബ്. ഓക്കെ, നമ്മള് ഏറ്റവും നല്ല വർക്കേഴ്സ്, ഈ ജോലിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വർക്കേഴ്സ് ആരാന്നുള്ളത് അതിനെ കുറിച്ചിട്ട് ചൂസ് ചെയ്യുക. Making sure that the workers follow prescribed methods of doing the job. Okay, our workers making sure that the workers follow prescribed methods. ഈ മെത്തേഡ് ഉദ്ദേശിക്കുന്ന ഈ മെത്തേഡുകളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അവർക്ക് ആ ഒരു നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പേഴ്സൺസിനെ പോലെ പറ്റും എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കുക. Then need to provide a scientific rationale for a job expertise and mass production. അതായത് ഇത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയാണ് മാസ് പ്രൊഡക്ഷൻ അല്ലെ. ഇവിടെ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്, അതായത് നമ്മളിപ്പോ ഓരോ ജോലി സ്ട്രക്ചർ ഒക്കെ ഉണ്ട്, എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കണം. അതിൽ ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ഏതാണെന്ന് കണ്ടെത്തുന്നു. ആ വ്യക്തിയെ കൊണ്ട് ഈ ഗവൺമെന്റ് ഈ ജോലി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നു അല്ലെ. അത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയാണ്, ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവലോകനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. That this assumption was that employees are financially motivated. Okay, ഇവിടെ വീണ്ടും പറയുന്ന ഒരു കാര്യം നമ്മൾ ജസ്റ്റ് പറഞ്ഞായിരുന്നു, അവരവരുടെ ആവശ്യങ്ങളാണ് എങ്കിൽ അവർ മാക്സിമം വർക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുമെന്ന് അല്ലെ. അപ്പൊ ഫിനാൻഷ്യലി മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്ത് എന്ത് ചെയ്യും?
അവര് കുറച്ചും കൂടി വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചും കൂടി സാലറി കൂട്ടി കൊടുക്കുക, ഇൻസെന്റീവ്സ് കൊടുക്കുക, ബോണസ് കൊടുക്കുക, അങ്ങനെയൊക്കെ ഫിനാൻഷ്യലി ആ ഒരു എംപ്ലോയിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. This theory was criticized by employers and workers. പക്ഷെ ഇങ്ങനെ ഒരു തിയറി അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിന്, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്. പക്ഷെ എല്ലാവരും ഇതിനെ ഒരുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്തത് നമുക്കറിയാം. ഏതൊരു സമീപനവും അല്ലെ, തീർച്ചയായിട്ടും അത് അവരെ തെളിയിക്കപ്പെടുമ്പോഴും മറ്റു കൂട്ടര് വിമർശിക്കും അല്ലെ. അപ്പൊ ഇതില് വിമർശനാത്മകമായിട്ടുള്ള മറ്റു കൂട്ടരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ക്രിട്ടിസൈസ്ഡ് ബൈ എംപ്ലോയേഴ്സ് ആൻഡ് വർക്കേഴ്സ്. തൊഴിലുടമകളും തൊഴിലാളികളൊക്കെ വിമർശിക്കുന്നുണ്ട്. വർക്കേഴ്സ് സബ്ജക്റ്റഡ് ടു പ്രഷർ ടു വർക്ക് എവർ മോർ ഇന്റൻസീവ്ലി ആൻഡ് ക്വിക്ക്ലി. ഓക്കെ, അവിടെ പറയുന്നുണ്ട് വർക്കേഴ്സ് എപ്പോഴും ക്വിക്കായിട്ട് സ്പീഡിലി വർക്ക് ചെയ്യണമെന്നുള്ളത്. ക്രിട്ടിസൈസ് വഴിയുടെ ദരിദ്ര മെത്തേഡ്സ് ടു ടേക്ക് ഹ്യൂമാനിറ്റി ഔട്ട് ഓഫ് ലേബർ, റിഡ്യൂസിംഗ് വർക്കേഴ്സ് ടു മിഷൻ റെസ്പോണ്ടിങ് ടു മാനേജ്മെന്റ് ഇൻസെന്റീവ്സ്. ഓക്കെ, നമുക്കറിയാം ഇൻസെന്റീവ്സിന് വേണ്ടിയിട്ട് അല്ലെ, മെഷീൻ പോലെയാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു ഭാഗം ഉണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സ്പീഡിൽ വർക്ക് ചെയ്യാണെങ്കിൽ എന്താ, ഒരു ഫിനിഷിംഗോട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാം അല്ലേ. നമ്മളിപ്പോ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുകയാണെങ്കിലാണ് സാലറി കൂടുതൽ കിട്ടുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അവർ ഭയങ്കര സ്പീഡിൽ കുറെ എല്ലാം കിട്ടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. ശരിയാണോ? അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടാവോ? യെസ് അല്ലെ. അപ്പൊ അങ്ങനെ ഉള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് അവിടെ വിമർശനം വരുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഇദ്ദേഹം പറയുന്നത് അവരുടെ ആവശ്യമനുസരിച്ചിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലെ, മോണിറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും ഫിനാൻഷ്യലി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൂട്ടിക്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അതോടുകൂടി നമുക്കറിയാം വർക്കേഴ്സിനെ കൊണ്ട് നല്ല വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു അല്ലെ ക്രിട്ടിസൈസ്, ഒരു വിമർശനം വരുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ അത് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാമെന്നുള്ള രീതി വരുമ്പോൾ ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമായി. ഓക്കെ, അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് അത് കൃത്യതയില്ലാത്ത അല്ലെങ്കിൽ നാനോ സെൻസിലാണ് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. എപ്പോഴും ഓരോരോ അപ്രോച്ചുകളുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കി പോകേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ എത്രത്തോളം ഈ എലമെന്റ്സുകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഈ എലമെന്റ്സിനെ പഠിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ വർക്കുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ എംപ്ലോയീസിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് മോട്ടിവേഷൻസും കൂടി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ തീർച്ചയായിട്ടും പറയുന്നു ഇങ്ങനെ ഫിനാൻഷ്യലി മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ മോസ്റ്റ് എത്രയും പെട്ടെന്ന് അത് ചെയ്തു തീർക്കണമെന്നുള്ള ഒരു പ്രഷറായിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. വായിച്ചു നോക്കാം. വായിക്കാട്ടൊന്നും പഠിക്കുന്നുണ്ടോ? അതിനെ കുറിച്ച് വന്ന് കാണാനുള്ള ക്വസ്റ്റ്യൻ, ആരാണ് സയന്റിഫിക് അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഏത് ഇയറിലൊക്കെയാണ് ചെയ്തിരിക്കുന്ന കാര്യം നോക്കിയില്ല. അതുപോലെ തന്നെ എന്താണ് ടു ഇൻക്രീസ് ഔട്ട്പുട്ട്, ട്രെയിലർ അഡ്വൈസർ മാനേജ് ടു പേ മോണിറ്ററി ഇൻസെന്റീവ്സ് ടു എഫക്റ്റീവ് എഫിഷ്യന്റ് വർക്കേഴ്സ്. നമ്മുടെ വർക്കേഴ്സിന് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പ്രാപ്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോണിറ്ററി ആയിട്ടുള്ള അല്ലെ ഇൻസെന്റീവ്സുകളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ടൈലറിന്റെ അഭിപ്രായത്തിൽ. ാണോ? വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡോക്യുമെന്റ് ചോദിക്കാം. നെക്സ്റ്റ് നോക്കാനുള്ളത് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് ആണ്.
ബ്യൂറോക്രാറ്റിക് അപ്രോച്ചസിൽ ഈ ഒരു ഡയഗ്രാം വായിക്കാൻ പറ്റുന്നുണ്ടോ? പ്രിൻസിപ്പിൾസ് ഓഫ് ബ്യൂറോക്രാറ്റിക് തിയറിയിൽ പറയുന്നത് 1, 2, 3 അല്ലെ 6 തത്വങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് അതോറിറ്റി ഹൈറാർക്കി, then formal rules and regulations, then division of labor, then career orientation, personality, then formal selection process. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിലേക്ക് എത്തിക്കാൻ പറ്റില്ല. സോ നമ്മൾ ജസ്റ്റ് ആ ഒരു ഹൈറാർക്കി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് അതോറിറ്റി ഹൈറാർക്കിയാണ് ഫസ്റ്റ് വൺ പറയുന്നത്. ദെൻ ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ നമ്മൾ പറഞ്ഞൊരു ഘടന വേണമെന്ന് പറഞ്ഞു. അതേമാതിരി എല്ലാം കുറച്ച് നിയമാവലികളൊക്കെ ഉണ്ടാവണം. ദെൻ വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓരോ വിഭാഗങ്ങളായിരിക്കും, ഡിവിഷൻ ഓഫ് ലേബർ. അതേമാതിരി തന്നെ കരിയർ ഓറിയന്റേഷൻ. നമുക്ക് തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിനാണെങ്കിൽ ഒരു ഐഡിയ വേണം. കുറച്ച് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് നമ്മൾ ഏതൊരു ജോലി സ്ഥലത്ത് ചെന്നാലും അവർക്ക് പ്രാക്ടിക്കലി അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. എന്താണ് അവർക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു അവയർനെസ്, ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ ഒക്കെ ലഭ്യമാക്കേണ്ടതൊക്കെ. പേഴ്സണാലിറ്റി തീർച്ചയായിട്ടും എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പേഴ്സണാലിറ്റി, അതായത് വളരെ ഇതായിട്ടുള്ള ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതുണ്ട്. ഫോർമൽ സെലക്ഷൻ പ്രോസസ് തീർച്ചയായിട്ടും നമുക്കറിയാം. സെലക്ഷൻ പ്രോസസ് ഒക്കെ ആയിട്ട് ഔപചാരികമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ് ഒക്കെ ആയിട്ട് അത് മുന്നോട്ട് പോകും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഫോമില് അല്ലെ എംപ്ലോയീസിന്റെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള ഒരു ഹൈറാർക്കി സിസ്റ്റം അല്ലെ, നമുക്ക് സ്ട്രക്ചർ ഇല്ല എങ്കിലും ചിലപ്പോൾ തോന്നുന്ന മാത്രമായിരിക്കും അവർ കുറിച്ച്. സോ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനോടൊപ്പം തന്നെ ഒരു നല്ലൊരു സ്ട്രക്ചറോട് കൂടിയിട്ട് മുന്നോട്ട് പോകും. ഈ സ്ട്രക്ചറിൽ നമുക്കറിയാം ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ വരുമ്പോഴാണ് സ്ട്രക്ചറിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ, ഓരോ ഡിവിഷനിലും വരുമ്പോൾ ഓരോ കൂട്ടർക്ക് ആരാണ് മേലധികാരി എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടായി. സോ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോ പ്രധാനമായിട്ടും ആ ഒരു ഹൈറാർക്കി മോഡൽ ജസ്റ്റ് ഈ ഒരു അല്ലെ ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ബ്യൂറോക്രാറ്റിക് തിയറിയിലെ പ്രിൻസിപ്പിൾസ് ജസ്റ്റ് ഓർത്ത് ചെയ്യുക. എന്താണ് അതോറിറ്റി ഹൈറാർക്കി, ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഡിവിഷൻ ഓഫ് ലേബർ, കരിയർ ഓറിയന്റേഷൻ, പേഴ്സണാലിറ്റി, ഫോർമൽ സെലക്ഷൻ പ്രോസസ്. ഓക്കെ, അതില് അദ്ദേഹത്തിന്റെ ഭീഷ്മപൂർണിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. While scientific management was focusing on the interaction between worker and task, other research began to study how to organizational framework more effectively. ഓക്കെ, നമുക്കറിയാം ഓർഗനൈസേഷന്റെ ആ ഒരു ഫ്രെയിംവർക്ക് എങ്ങനെയാണ് അത് ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് റിസർച്ചേഴ്സ് ഒക്കെ സ്റ്റഡി ചെയ്യുന്നു. എന്താണ് സയന്റിഫിക് ആയിട്ടുള്ള മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ വർക്കർ ആൻഡ് ടാസ്ക് അല്ലെ, തൊഴിലാളികൾ വരുന്ന ടാസ്കുകൾ തമ്മിലുള്ള ആ ഒരു നല്ലൊരു ഇന്ററാക്ഷൻ, അതിനാണ് പ്രധാനമായിട്ട് സയന്റിഫിക് മാനേജ്മെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതായത് തൊഴിലാളികളും തമ്മിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ റിസർച്ചേഴ്സ് എന്താണ് അവിടെ ഫോം ചെയ്യുന്നത് ഫ്രെയിംവർക്ക് മോർ എഫക്റ്റീവ് ആണ്, ഫലപ്രദമായ രീതിയിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഫ്രെയിംവർക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു മേക്ക് ഈച്ച് വർക്കർ മോർ എഫിഷ്യന്റ്, ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി ഫോർ ദ മോസ്റ്റ് എഫക്റ്റീവ് ഓവറോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫോർ ദ വർക്കേഴ്സ് ആൻഡ് മാനേജേഴ്സ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ നല്ലൊരു ഘടനയുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ തൊഴിലുടമയായിട്ട് തന്നെ ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷെ മതിയായ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുക തീർച്ചയായിട്ടും എന്താണ് അത് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഫലപ്രദമായ രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് മാനേജേഴ്സിന് വർക്കേഴ്സ് ഒക്കെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അതേമാതിരി തന്നെ the theory is the most prominent advocate. Max Weber proposed a bureaucratic form of the structure, which the thought
വർക്ക് ഫോർ ഓൾ ഓർഗനൈസേഷൻസ്. ഓക്കെ, തീർച്ചയായിട്ടും ബ്യൂറോക്രാറ്റിക് ഫോമിലാണ് അവിടെ ഇത്തരത്തിലുള്ള രീതിയിൽ തൊഴിലാളികളൊക്കെ തമ്മിലുള്ള ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോജിക്കൽ, റാഷണൽ ആൻഡ് എഫിഷ്യന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം അത് നല്ല രീതിയിൽ യുക്തിപരമായ രീതിയിലും അതേപോലെ തന്നെ കാര്യക്ഷമമായ രീതിയിലൊക്കെ നമുക്ക് നേടിയെടുക്കത്തക്ക വിധത്തിലായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമുക്ക് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എനിവേ നമുക്ക് ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് സയന്റിഫിക് അപ്രോച്ച് വരെ ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് വരിക. ഓക്കെ, ഇതുവരെയും ഓക്കെയാണോ? ഫസ്റ്റ് ചാപ്റ്റർ ആണ്, അതായത് ലാസ്റ്റ് ചാപ്റ്ററിൽ അല്ലെ 7th മോഡൽ ചാപ്റ്റർ ആണ്. ഓക്കെയാണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെയാണ്. പതിയെ പോകാൻ പറ്റുള്ളൂ ചാപ്റ്റർ. അത് മാത്രമല്ല നമുക്ക് ഒന്നിച്ച് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഫസ്റ്റ് ഇതില് അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ബിഹേവിയറലായിട്ടുള്ള ചേഞ്ചസ് ആണ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മളുകൂടെ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും അല്ലെ. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. സോ പരമാവധി നിങ്ങളുടെ ഭാഗത്തുള്ള സപ്പോർട്ട് വേണ്ടതാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, Thank you, ma'am.